പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ സാധാരണ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള എല്ലാ ആഴ്ചയിലെ ചോദ്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ ഇത് 2024 ഫെബ്രുവരി 3 ശനിയാഴ്ച മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെപ്പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ഇന്ത്യ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ 2024 ജനുവരി 1 5 രാജ്യങ്ങൾ കൂടെ പുതുതായി അംഗത്വം നേടി. ഇവ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE ആണ്. ഇന്ത്യ ഉൾപ്പെടുന്ന സാമ്പത്തിക സഹകരണ കൂട്ടായ്മ ബ്രിക്സ് 2024 ജനുവരി 1 5 രാജ്യങ്ങൾ കൂടി പുതിയ അംഗത്വം നേടി. അത് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. അടുത്തത് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്താണ്? കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തുന്ന ആക്രമണം നേരിടുന്നതിന് US നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച 10 രാജ്യങ്ങൾ പങ്കാളിയായിട്ടുള്ള സഖ്യമാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്താണ്? കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിന് US നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച 10 രാജ്യങ്ങൾ പങ്കാളിയായ സഖ്യമാണ്. അടുത്തത് 2020 മികച്ച ചിത്രത്തിനുൾപ്പെടെ 4 ഓസ്കാർ നേടിയ ദക്ഷിണ കൊറിയൻ ചലച്ചിത്രമായ പാരസൈറ്റിലെ ധനാഢ്യനായ ഗൃഹനാഥനെ അവതരിപ്പിച്ച നടൻ സ്വയം ജീവനൊടുക്കി. പേരെന്താണ്? ലീ സൺ ക്യൂൻ എന്നാണ്. 48 വയസ്സ്. ലീ സൺ ക്യൂൻ 2020 മികച്ച ചിത്രത്തിൻ്റെ 4 ഓസ്കാർ പുരസ്കാരം കിട്ടിയ പാരസൈറ്റിലെ ഗൃഹനായകനെ അവതരിപ്പിച്ച നടനാണ് ലീ സൺ ക്യൂൻ. ഡിസംബർ 28 ചെന്നൈയിൽ അന്തരിച്ച തമിഴ് നടൻ വിജയകാന്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? വിജയരാജ് അഴകർ സ്വാമി എന്നാണ്. ഡിസംബർ 28 ചെന്നൈയിൽ അന്തരിച്ച തമിഴ് നടൻ വിജയകാന്തിൻ്റെ യഥാർത്ഥ പേര് വിജയരാജ് അഴകർ സ്വാമി. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ വിമർശിച്ച് കവിത ചൊല്ലിയ റഷ്യൻ കവിക്ക് മോസ്കോ കോടതി 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ആരാണ് കവി? ആർട്ടിയോം കമാർഡിൻ എന്നാണ് പേര്. ആർട്ടിയോം കമാർഡിൻ. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ വിമർശിച്ച് കവിത ചൊല്ലിയ റഷ്യൻ കവിക്ക് മോസ്കോ കോടതി 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. കവിയുടെ പേര് ആർട്ടിയോം കമാർഡിൻ. അടുത്തത് 2006 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് യൂനസ് അടുത്തിടെ വാർത്തകളിലെത്തിയത് എങ്ങനെയാണ്? തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചതാണ്. അപ്പോൾ 2006 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് യൂനസ് എങ്ങനെയാണ് വാർത്തകളിൽ വന്നത്? അത് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റത്തിന് ബംഗ്ലാദേശ് കോടതി 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചു. അടുത്തത് ഡോക്ടർ സവേര പർക്കാശ് എന്ന ഒരു പാക് യുവതി അടുത്തിടെ ശ്രദ്ധ നേടിയത് എങ്ങനെയാണ്? ഡോക്ടർ സവേര പർക്കാശ് പാകിസ്ഥാനിലെ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത എന്ന നിലയിലാണ്. ഡോക്ടർ സവേര പർക്കാശ് എങ്ങനെയാണ് പാകിസ്ഥാനിലെ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത. അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ജോൺ പിൽജിൻ ഏത് നിലയിൽ പ്രസിദ്ധി നേടിയവരാണ്? ജോൺ പിൽജിൻ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകനും ഡോക്യുമെൻ്ററി നിർമ്മാതാവുമാണ്. ജോൺ പിൽജിൻ പ്രശസ്തി നേടിയത് എങ്ങനെയാണ്? അന്വേഷണാത്മക മാധ്യമപ്രവർത്തകനും ഡോക്യുമെൻ്ററി നിർമ്മാതാവുമാണ്. ഇനി പുതിയ മന്ത്രിമാരും വകുപ്പുകളും നോക്കാം. രാമചന്ദ്രൻ കടന്നപ്പള്ളി, രജിസ്ട്രേഷൻ മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ. രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ രജിസ്ട്രേഷൻ മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ. ഇനി KB ഗണേഷ് കുമാർ ആണെങ്കിൽ ഗതാഗതം, മോട്ടോർ വാഹനം, ജലഗതാഗതം. പിന്നെ അടുത്തത് അഹമ്മദ് ദേവർകോവിൽ, ആന്റണി രാജു എന്നിവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇരുവരും പുതിയ മന്ത്രിമാരായി ചുമതലയേറ്റത്. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും. തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സഹകരണ മന്ത്രി കൂടിയായിട്ടുള്ള VN വാസവൻ ആണ്. അപ്പോൾ 2 രാമചന്ദ്രൻ കടന്നപ്പള്ളി, KB ഗണേഷ് കുമാർ.
അടുത്തത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം എന്താണ്? വീരമാങ്കെ റാണി വേലു നാച്ചിയാർ. വീരമാങ്കെ റാണി വേലു നാച്ചിയാർ. ലോകത്ത് മലയാളികളുടെ സ്ഥിരസാന്നിധ്യമല്ലാത്ത ഏക രാജ്യം ഏഷ്യയിൽ തന്നെയാണ്. പേര് ഉത്തര കൊറിയ. ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യം ഇല്ലാത്ത ഏക രാജ്യം ഉത്തര കൊറിയ. 2023 വ്യാസ സമ്മാനം നേടി ഹിന്ദി എഴുത്തുകാരിയാണ് പുഷ്പ ഭാരതി. 2023 വ്യാസ സമ്മാൻ നേടിയത് പുഷ്പ ഭാരതിയാണ്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്നാണ്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്നാണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? അത് ഗുരുഗ്രാം, ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഇനി കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ജീവിതം ആധാരമാക്കി ഒരു സിനിമ നളിനകാന്തി. കഥാകൃത്ത് ടി പത്മനാഭൻ്റെ ജീവിതമാധാരമാക്കിയ സിനിമയാണ് നളിനകാന്തി. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? തെലങ്കാനയിലാണ്. ഇനി പുതിയ മേധാവികളെ നോക്കാം. ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് ആരാണ്? ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് രാഹുൽ രസ്ഗോത്ര. അടുത്തത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF നീന സിംഗ്. ഈ പദവി വഹിക്കുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. അടുത്തത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അതായത് CRPF. അനീഷ് ദയാൽ സിംഗ്. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ JT വെങ്കടേശ്വരലു തെലങ്കാന ഭദ്രാചലം സ്വദേശിയാണ്. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറലാണ് വെങ്കടേശ്വരലു. ഇന്ത്യൻ തിബറ്റൻ ബോർഡറിൻ്റെത് രാഹുൽ രസ്ഗോത്ര. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ CISFൻ്റെ നീന സിംഗ്. CRPF അനീഷ് ദയാൽ സിംഗ്. സർക്കിൾ ചീഫ് പോസ്റ്റ്മാസ്റ്റർ JT വെങ്കടേശ്വരലു. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.